ഇന്നത്തെ പിള്ളേരെ ഫുള്ള് കഞ്ചാവാണ്. ഇന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അവൻ കഞ്ചാവാണ്, അവൻ്റെ കൂട്ടുകാരെല്ലാം കഞ്ചാവാണെന്ന്. അറിഞ്ഞും അറിയാതെയും ന്യൂജനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഒരാൾ എങ്ങനെയൊക്കെ കഞ്ചാവാണെന്ന് നോക്കാം. താടി മുടി നീട്ടി വളർത്തിയാൽ അവൻ കഞ്ചാവാണ്. ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ടായാൽ അവൻ കഞ്ചാവാണ്. ഒറ്റക്കെന്ന് അവിടെ ഇരുന്നാൽ അവൻ കഞ്ചാവാണ്. എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്നാൽ അതും കഞ്ചാവാണ്. ഇതൊക്കെയാണ് ഒരാളെ കഞ്ചാവെന്ന് നമ്മൾ വിലയിരുത്തുന്നത്. ഒരാളുടെ ലുക്കിലും അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നോക്കിയാണ് പലപ്പോഴും നമ്മൾ അവരെ കഞ്ചാവെന്ന് ലേബൽ ചെയ്യുന്നത്. പലപ്പോഴും ചിലപ്പോൾ അവർ കഞ്ചാവെന്ന് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് സമൂഹം ഒന്നടങ്കം അവരെ പിന്നെ കഞ്ചാവായി കാണുകയാണ്. ഒരു തെറ്റും ചെയ്യാതെയും കഞ്ചാവെന്ന് ലേബൽ ചെയ്യപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് മുന്നിൽ സമൂഹത്തിന് മുന്നിലൊക്കെ നാണം കെട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ അവർ തെറ്റായ വഴികളിലേക്കും മറ്റ് ലഹരികളിലേക്കും എത്തിപ്പെട്ടേക്കാം. ഇനി അഥവാ ഒരാൾ കഞ്ചാവാണെന്ന് അറിഞ്ഞാൽ പോലും അവൻ അതിൽ നിന്ന് തിരുത്താനും അതിൽ നിന്ന് മാറ്റിയെടുക്കാനൊക്കെ അല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയാറില്ലേ. അപ്പോൾ ഒരാളുടെ കണ്ടുകൊണ്ട്, അയാളുടെ വസ്ത്രധാരണം കണ്ടുകൊണ്ട്, അയാളുടെ കൂട്ടുകെട്ട് കണ്ടുകൊണ്ട് മാത്രം ഒരാളെയും ഒരു കാര്യത്തിലും വിലയിരുത്തരുത്.